നമ്മുടെ പ്ലാന് സാരാനാഥാണ്. അവിടേക്ക് ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാ പ്രൊട്ടക്ഷനുള്ള സാധനങ്ങളും ഉണ്ട്. ലൈക്ക് സൺസ്ക്രീൻ, കൊട 2 പിന്നെ കുറെ തൊപ്പി, ഷോള്. ഇപ്പൊ ദേവുട്ടനെ അച്ഛന്റെ അമ്മയുടെ മുഖത്തൊക്കെ സൺസ്ക്രീൻ തേച്ചിട്ട് ഓൾ സെറ്റായി. ഞങ്ങളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റിൽ പോവാണ്. നല്ല വിശപ്പുണ്ട്. ഇന്ന് ഓട്ടോയിലാണ് പോവാണ്. നല്ല ഗർമാഗരം പൂരിയും ജലേബി. കഴിക്കാൻ പറ്റില്ല. ദേവുട്ടൻ ഇപ്പൊ ഉറക്കത്തുനിന്ന് നീറ്റിട്ടേ ഉള്ളൂ. ആണ്ട ഇങ്ങനെ അന്തമിട്ടിരിക്കണേ. ഇത് കൊറേ സാധനങ്ങളുണ്ട്. പൊട്ടറ്റോ, പനീര്, ഇത് കൊറേ ഉണ്ട്. കടല, പയറ്, പിന്നെ പൂരിയിൽ മുളകട്ടുണ്ട്. ഇവിടെ തലങ്ങും വിലങ്ങും അമ്പലങ്ങളാണ്. ഞങ്ങള് കൊറേ അമ്പലത്തിൽ പോയി. ഇപ്പൊ ഞങ്ങള് പോകുന്നത് സംഗത് മോചൻ ടെമ്പിൾ. എനിക്ക് കിട്ടുന്ന ഇങ്ങോട്ടാണ് ഹനുമാൻ അമ്പലം. ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് നല്ല സറൗണ്ടിങ് ആണ്, നല്ല വൈബാണ്. പക്ഷെ അകത്തേക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് അതിനായിട്ട് ഇവിടെ അടുത്ത ലോക്കറും ഉണ്ട്. പിന്നെ നമുക്ക് ചെരുപ്പം ഇവിടെ വേണം. ചിലപ്പോ അതുവരെ കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇവിടെ വയ്ക്കും. അത് നമ്മുടെ ഇഷ്ടം. വൻ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ദേവുട്ടന്റെ പ്രത്യേക സൊല്യൂഷൻ. അച്ഛൻ അടിപൊളി കയ്യിലിടാനുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുള്ളത് സാരാനാഥ് മ്യൂസിയം. ഇവിടെ കൊറേ പണ്ടത്തെ കൊറേ സാധനങ്ങളുണ്ട്. അത് സ്കൾപ്ചേഴ്സ് ഉണ്ട്, പെയിന്റിങ്സ് ഉണ്ട്, അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 5 രൂപയുള്ളൂ. മാത്രല്ല 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റും വേണ്ട. നല്ല സ്ഥലം. 1ാം സെഞ്ചുറി തൊട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അശോകസ്തംഭ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാ കാണണേ. മ്യൂസിയത്തിന്റെ കറക്റ്റ് നടുക്കാണ് അശോകസ്തംഭം വെച്ചിരുന്നത്. ഇവിടെ താഴെ എൻ്റെ ചെറുതായിട്ട് ഒരു ചെറിയ വേർഷനിൽ അതിൻ്റെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഇവിടെ അശോകസ്തംഭത്തിലുള്ള ഓരോരോ സാധനങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ സ്ക്രിപ്റ്റിന്റെ ഡെവലപ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ എഴുതിയെന്നേ? പിന്നെ ഓഫ്കോഴ്സ് ദേവുട്ടന്റെ ഓട്ടവും ചാട്ടം ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ല. ഇതൊക്കെ സ്വർണ്ണ. ഇത് ബിഫോർ കോമൺ എറ 100 to 200 സെഞ്ചുറിന്റെ ഇടയിലുള്ള സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ഇത് സാരാനാഥിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ പണ്ട് ബോധഗയന്ന് ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടിയിട്ട് ബുദ്ധൻ ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് ബുദ്ധന്റെ 5 ഡിസിപ്ലിൻസിന് സർമൺ കൊടുത്തു. അതാണ് ഈ സ്ഥലം. ഈ സർമൺ പറഞ്ഞ ഉപദേശം. ഇതൊക്കെ ഓരോരോ മൊണാസ്ട്രിയാ. ഇവിടെയാണ് ബുദ്ധൻ സ്റ്റുഡൻസിന് ടീച്ചിങ്സ്, ക്ലാസ് ഒക്കെ നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു. സാധാരണ സൂര്യനെ നോക്കിയിട്ടല്ലേ നിൽക്കുക. ചൂട് കാരണം സൂര്യകാന്തി വരെ ഓപ്പോസിറ്റാ നിൽക്കണേ. ഇതാണ് ധർമ്മചക്രസ്തുപ. ഇത് മഹാരാജാവ് അശോകൻ ബുദ്ധന്റെ ഫസ്റ്റ് സർമന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയണേ. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങിയത്
ഗംഗ ആരതി കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഓരോരോ ഗല്ലി കൂടെ ഒക്കെയാ പോയത്. ഇവിടെ എന്ത് പഴയ പഴയ വീടുകളാ. അവിടെ ഒരു അഗോരി ഉണ്ട്. ഞങ്ങള് ബസ്സൊക്കെ തൊട്ടു അഗോരിന്റെ. അപ്പൊ ഞാൻ ഒഴിച്ച് വേഗം കളിക്കാട്ടോ മേടിച്ചു. ഫുള്ള് കളി. സൂപ്പർ